ഹലോ ഗെയ്സ്, ഐ ആം രാഹുൽ രാജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ജോ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ലാഗ് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ടിപ്പാണ് പറഞ്ഞത്, കുറച്ച് ചെറിയൊരു ട്രിക്കാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ട്രിക്ക് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ലാഗ് ഫിക്സ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ 100% സേഫായിട്ട് നിങ്ങൾക്ക് ലാഗ് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നില്ല, കുറച്ച് അധികം ലാഗൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. 100% വർക്കിംഗ് ആയ ഒരു മെത്തേഡുമാണിത്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ വേണം. അതിന് മുമ്പ് നമ്മുടെ ഫോണിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഫോണിലെ ലാഗ് ഒക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനലായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ്. അപ്പോൾ സെറ്റിങ്സിനകത്ത് ആപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ആ ഓപ്ഷൻ എടുക്കാം. നമുക്കിപ്പം ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മാനേജ് ആപ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. മാനേജ് ആപ്സ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഫേസിലായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് താഴോട്ട് പോവുക. നിങ്ങളുടെ ആപ്സ് ആയാലും ഇപ്പം ഇവിടെ കണ്ടോ, ഫസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ക്യാഷ് 14 MB ക്യാഷ് ഇതായി കിടക്കുന്നത്, ക്യാഷ് മെമ്മറി കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വന്നിട്ട് ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക മാത്രം മതി. വേറൊന്നും ചെയ്യരുത്. ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആ ക്യാഷ് മെമ്മറി അത്രയും റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം രണ്ടാമത് നമ്മുടെ ഫേസ്ബുക്ക് ലൈറ്റ് ആയാലും ഫേസ്ബുക്ക് ഒറിജിനൽ ആയാൽ പോലും നമ്മൾ ക്ലിയർ ക്യാഷ് മാത്രമേ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത്രയും ഡാറ്റാസ് റിമൂവ് ആയി പോകും. പിന്നെ നമുക്ക് ഫേസ്ബുക്ക് ആദ്യം തൊട്ട് ലോഗിൻ ചെയ്യേണ്ടി വരും. പിന്നെയും താഴോട്ട് പോവാം. അപ്പം നിങ്ങൾ ഈ വേണ്ടാത്ത ആപ്ലിക്കേഷൻ കിടപ്പുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഒറ്റിപ്പൈസ് പ്ലഗിൻ എന്ന് പറഞ്ഞൊരു സംഭവം കിടപ്പുണ്ട്, അത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമില്ല, നമുക്ക് ഒരു യൂസിന് പോലും നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ ഇതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അതിനുശേഷം നമ്മുടെ പബ്ജി മൊബൈൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കിടക്കുന്നതാണ്. അല്ലെങ്കിൽ പബ്ജി മൊബൈൽ ആവാം, പബ്ജി മൊബൈൽ ലൈറ്റ് ആവാം, ഏത് ഗെയിമാണോ നിങ്ങൾ കളിക്കുന്നത് ആ ഗെയിം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആ ഗെയിമിൻ്റെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിയർ ആൾ ഡാറ്റ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്ലിയർ ക്യാഷ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ക്ലിയർ ക്യാഷ് മാത്രം ചെയ്ത് നോക്കുക. അല്ല ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റാസ് മൊത്തവും നിങ്ങളുടെ പബ്ജിയിൽ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്ന മാപ്പോ അതോ പബ്ജി ആദ്യം തൊട്ട് റീ ഓപ്പൺ ആയി വരുമോ അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ക്യാഷ് മെമ്മറി മാത്രമേ റിമൂവ് ആയി പോകത്തുള്ളൂ. കാരണം ക്യാഷ് മെമ്മറി നമുക്ക് അധികം ആവശ്യമില്ലാത്ത ഒന്നാണ്. ഇപ്പം ഡാറ്റ യൂസേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഒന്നും തന്നെ കാണില്ല, ഡാറ്റ യൂസേജ് ആയിട്ടൊന്നും കാണില്ല. അതിനുശേഷം നമുക്ക് ബാക്ക് പോവാം. നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ, നിങ്ങളുടെ ഇപ്പോൾ ക്രോം ആവാം, ഏതൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും അതിനെല്ലാം ക്ലിയർ ക്യാഷ് കൊടുക്കുക. ജസ്റ്റ് ക്ലിയർ ക്യാഷ് കൊടുത്തു വിടുക. അപ്പം നിങ്ങൾ ആ ക്ലിയർ ക്യാഷ് ചെയ്യുമ്പം അത്രയും നിങ്ങളുടെ ക്യാഷ് മെമ്മറി ക്ലിയർ ആയി പോകും. ഇപ്പം ഏതൊരു അപ്ഡേറ്റ് വന്നൊരു വേർഷൻ ആയാൽ പോലും, നിങ്ങളുടെ ഫോണിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആയാൽ പോലും, ക്രോം ആയാൽ പോലും നിങ്ങൾ ക്ലിയർ ക്യാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് നമുക്കിനി അടുത്തൊരു കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ്റെ സഹായമുണ്ട്. ഇത് 100% സേഫ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് നോ VPN, നോ DNS ഇതൊന്നും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇല്ല. നമുക്കിപ്പോൾ ഈ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് വെച്ചാൽ കോർ ബൂസ്റ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. നിങ്ങൾക്ക് ടോപ്പിക് കാണാം, ഹെൽത്തിൻ്റെ ഇപ്പുറത്തോട്ട് കിടക്കുന്നത് കോർ ബൂസ്റ്റർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. ജസ്റ്റ് നമുക്ക് ഈ കോർ ബൂസ്റ്റർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ 100% സേഫ് ആണ് നമ്മുടെ ഫോണിൽ. വേറൊരു തരത്തിലും പ്രശ്നം നിങ്ങൾക്ക് വരത്തില്ല. ഇപ്പം നെഗറ്റീവായിട്ടുള്ള വൈറസോ അങ്ങനെ ഒന്നും കയറി വരില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. 100% നമ്മുടെ ഫോണിൽ സേഫ് ആണ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് വേറൊരു കാര്യം, എൻ്റെ ചാനലായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ആക്റ്റീവ് ഓട്ടോ ഓപ്റ്റിമൈസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവ് ഓട്ടോ ഓപ്റ്റിമൈസ് എന്ന് പറഞ്ഞൊരു ഇത് വരും. ഇപ്പം യൂസേജ് അസസ് എന്ന് പറഞ്ഞു വരും. അവിടെ നിങ്ങൾ കോർ ബൂസ്റ്റർ ആക്റ്റീവ് ആക്കിയിടുക. അതിനുശേഷം നിങ്ങൾ പിന്നെ അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലോട്ട് വരും. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ എല്ലാ തരത്തിലും നിങ്ങളുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻ കിടപ്പുണ്ടോ അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ
സ്പീഡ് അപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഇപ്പം ക്യാഷ് മെമ്മറി ചെയ്താൽ പോലും ചിലപ്പോൾ അതിൽ എല്ലാം ഇപ്പോൾ ഓരോ ആപ്ലിക്കേഷൻ എടുത്ത് നിങ്ങൾക്ക് ക്യാഷ് മെമ്മറി ചെയ്യേണ്ടി വരും. അതിനേക്കാളും എളുപ്പമായിരിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ക്യാഷ് മെമ്മറീസ് ആയാലും എന്തൊരു മെമ്മറി ആയാൽ പോലും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷൻ അതിനേക്കാളും എളുപ്പമായിരിക്കും. ഇപ്പം നമ്മുടെ റാമിൻ്റെ സ്റ്റാറ്റസ് ഇവിടെ കാണിക്കുന്നുണ്ട്. റാം ഈസ് ഗുഡ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. എക്സ്ട്രാ ഫീച്ചേഴ്സിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, എല്ലാം അതാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം അൾട്രാ ഗെയിമിംഗ് മോഡ്, അതുപോലെ ഹൈ ബൂസ്റ്റ്, അതുപോലെ അങ്ങനെ 2 ഓപ്ഷൻ കാണാം. വേറെ ഒരു ഓപ്ഷൻസും ഇവിടെ ഇല്ല. ഇപ്പം ഇത്രയും തരത്തിലുള്ള സെറ്റിങ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഇത് 4000 mAh കപ്പാസിറ്റി, വോൾട്ടേജ് 4.3 വോൾട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് വേറൊന്നും തന്നെ ഇവിടെ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോ വേർഷൻ അൺലോക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പൈസ കൊടുത്ത് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അത് വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് കയറുവാങ്കിൽ, ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾക്ക് കയറുവാങ്കിൽ ലൈറ്റ് മോഡൊക്കെ ഡാർക്ക് മോഡാക്കാം, ലൈറ്റ് മോഡാക്കാം. അതിൽ ഗെയിം ബൂസ്റ്റ്, ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് FPS മിറർ മോണിറ്റർ, സ്റ്റാർട്ട് ക്രോസ് വയർ മോണിറ്റർ, അങ്ങനെ പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇനേബിൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒന്നും ഇനേബിൾ ചെയ്യുന്നില്ല. ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം സ്പീഡ് അപ്പ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോണൊന്ന് ബൂസ്റ്റ് ചെയ്തെടുത്തതേ ഉള്ളൂ. ഇനി അതിനുശേഷം നമുക്ക് PUBG മൊബൈൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെയാണെങ്കിലും ക്ലിയർ ചെയ്ത് നോക്കാം. നിങ്ങൾ ഏറ്റവും നല്ലതാണ് നമ്മുടെ ഫോണിലെ റീസെൻറ്റ് ഫയൽസ് റീസെൻറ്റ് ചെയ്ത് കളയുന്നത്. കാര്യം അത് അവിടെ കിടക്കുന്നതിനേക്കാളും നല്ലത് റീസെൻറ്റ് ചെയ്ത് കളയുന്നത് തന്നെയാണ് ഏറ്റവും സേഫ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് കുറയും. ബാക്ക്ഗ്രൗണ്ടിൽ മറ്റുള്ള ആപ്ലിക്കേഷൻ വർക്കിംഗ് ആവുന്നുണ്ടെങ്കിൽ റണ്ണിങ് കൂടും. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകുമ്പം ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. നിങ്ങൾ ഗെയിംസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ PUBG മൊബൈൽ കിടക്കുന്നതാണ്. അതിലിപ്പം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾക്ക് വേറെ ഏത് ഗെയിംസ് വേണേലും ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പം വേണമെങ്കിൽ ഈ കോർ ബൂസ്റ്ററിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏതൊരു ഗെയിംസ് വേണേലും ഇവിടെ ഗെയിം സെക്ഷനിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഈ പ്ലസ് ഐക്കണിൽ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു ഗെയിംസ് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ PUBG ആവാം, കോൾ ഓഫ് ഡ്യൂട്ടി ആവാം, നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ക്ലാൻ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും PUBG മൊബൈൽ ലൈറ്റ് ഏത് വേണേലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബൂസ്റ്റ് നൗ ചെയ്ത് കളിക്കാൻ പറ്റുന്നതാണ്. ഇത് 100% സേഫ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നീട് നമുക്ക് ഗെയിം ബൂസ്റ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, കോർ ബൂസ്റ്ററിൻ്റെ ഗെയിം സെക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പ്രത്യേകം കിടക്കുന്നതാണ്. അതിൽ നമ്മൾ ഞെക്കി ഗെയിം PUBG മൊബൈലിൽ ഞെക്കുക, ജസ്റ്റ് ബൂസ്റ്റ് നൗ എന്ന് പറഞ്ഞു കൊടുക്കുക. ബൂസ്റ്റ് ആയ ശേഷം നമ്മുടെ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ചെയ്ത ശേഷം നമ്മുടെ PUBG മൊബൈൽ ഒന്ന് ഓപ്പൺ ആയി വരുന്നതാണ്. ഇത് 100% സേഫ് ആയൊരു മെത്തേഡാണ്. കാര്യം നിങ്ങൾക്ക് സർവറിൻ്റെയോ അല്ലെ എന്തിൻ്റെയോ നിങ്ങൾക്ക് ഒരു തരത്തിലും നിങ്ങൾക്ക് ഒന്നും ബാനോ ഒന്നും കിട്ടില്ല. കാര്യം ഈ ആപ്ലിക്കേഷൻ 100% സേഫ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ 100% വർക്കിംഗ് ആയ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ മറ്റൊരു തരത്തിലും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ പോലും ബാനോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല. ഇത് നോ VPN, നോ DNS എന്നാണ് ഈ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ റാം ഒന്ന് ബൂസ്റ്റ് ആക്കുകയാണ്. നമ്മുടെ റാമിനകത്ത് ക്യാഷ് മെമ്മറീസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തെടുക്കുന്നൊരു കിടിലൻ ഒരു ആപ്ലിക്കേഷനാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ ആപ്ലിക്കേഷൻ എടുത്ത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലാഗ് 100% നിങ്ങൾക്ക് ഫിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയ ഈ ആപ്ലിക്കേഷൻ 100% സേഫുമാണ്. നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ബാനോ അതുപോലെ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊരു VPN-ഉം അല്ല, ഇതൊരു DNS-ഉം അല്ല. നല്ല രീതിയിലൊരു ബൂസ്റ്ററാണ്, ഗെയിം ബൂസ്റ്ററാണ്. നമ്മുടെ റാം ബൂസ്റ്റ് ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇത് 100% വർക്ക് ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അതിലിപ്പോൾ എൻ്റെ Instagram ID-യുടെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ചാനലിലും. അപ്പോൾ എൻ്റെ Instagram ID കൂടെ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ടെക്നോളജി വീഡിയോ കാണുന്നവരെ